Bless me, O Lord, in the name of the Father, and of the Son, and of the Holy Spirit, one true God. Glory be to him, and may his grace and mercy be upon us forever. Amen. Holy, holy, holy Lord God Almighty, by whose glory the heaven and the earth are filled. Hosanna in the highest. Blessed is he who has come and is to come in the name of the Lord God. Glory be to him in the highest. Holy art thou, O God. Holy art thou, Almighty. Holy art thou, immortal. Crucified for us, have mercy on us. Holy art thou, O God. Holy art thou, Almighty. Holy art thou, immortal. Crucified for us, have mercy on us. Holy art thou, O God. Holy art thou, Almighty. Holy art thou, immortal. Crucified for us, have mercy on us. O Lord, have mercy upon us. Lord, be kind and have mercy. Lord, accept our office and our entreaties. Have mercy on us. Glory be to thee, O God. Glory be to thee, O Creator. Glory be to thee, O King. Christ, to those pity sinners, thy servants, Barakimor. Our Father who art in heaven, Hallowed be thy name. Thy kingdom come. Thy will be done on earth as it is in heaven. Give us this day our daily bread, and forgive us our debts and sins, as we also have forgiven our debtors. Lead us not into temptation, but deliver us from the evil one. For thine is the kingdom, the power and the glory, forever and ever. Amen. peace be with you, O Mary. Full of grace, our Lord is with thee. Blessed art thou amongst women, and blessed is the fruit of thy womb, our Lord Jesus Christ. O Virgin Saint Mary, O Mother of God, pray for us sinners, now and at all times, and at the hour of our death. Amen. ബാറയ്ക്കുമോർ പാപികളുടെ അനുതാപത്തിൽ പ്രീതിയോടെ സന്തോഷിക്കുന്ന ദൈവം തമ്പുരാനെ, ഞങ്ങൾ പാപം ചെയ്തു പോയതുകൊണ്ട് നീ ഞങ്ങളെ ഞെരുക്കുകയും ശിക്ഷിക്കുകയും അരുതേ. ദൈവമാതാവായ വിശുദ്ധ കന്യമറിയാമിൻ്റെയും നിബിയന്മാരുടെയും സ്ലീഹന്മാരുടെയും സഹതന്മാരുടെയും മധ്യസ്ഥതയിൽ ഞങ്ങൾ അഭയം പ്രാപിക്കുന്നു. ദൈവമേ, സർവശിക്ഷകളെയും ഞങ്ങളിൽ നിന്ന് നീ വിരോധിച്ച് നീക്കിക്കളയണമേ. ഞങ്ങൾ അനുഭവിച്ചിട്ടുള്ള നിന്റെ തിരുശരീരവും തിരുരക്തവും ഞങ്ങൾക്ക് സഹായമായി ഭവിക്കണമേ. ജയമുള്ള ആയുധമാകുന്ന നിന്റെ സ്ലീബ നിന്റെ ജനങ്ങൾക്ക് രക്ഷയായിരിക്കണമേ. നല്ല ഇടയനായ കർത്താവേ, ഞങ്ങളുടെ ആവലാതി നീ കേൾക്കണമേ. ഞങ്ങൾ സങ്കടത്തോടെ നിന്റെ അടുക്കൽ നിലവിളിക്കുന്നത് കൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾക്ക് മോചനം നൽകണമേ. മനോഗുണവാനേ, നിന്റെ അടുക്കലല്ലാതെ ഞങ്ങൾ ആരുടെ അടുക്കൽ പോകേണ്ടു? നിന്നെ അല്ലാതെ ഞങ്ങൾ ആരെ വന്ദിക്കേണ്ടു? അപേക്ഷിപ്പാനും പ്രാർത്ഥിപ്പാനും വന്ദിപ്പാനും നീ അല്ലാതെ
ആരും ഞങ്ങൾക്കില്ല. ആയതുകൊണ്ട് കർത്താവേ, നീ നിന്റെ തൃക്കൈ നീട്ടി ഞങ്ങളെ വാഴ്ത്തേണമേ. തിരുവുള്ളം കൊണ്ട് ഇല്ലായ്മയിൽ നിന്ന് ഞങ്ങളെ സൃഷ്ടിച്ചുണ്ടാക്കിയ ദൈവമേ, തിരുവുള്ളക്കേടുകൊണ്ട് ഞങ്ങളെ നീ നശിപ്പിച്ച് കളയരുതേ. ഞങ്ങളുടെ നേരെ നീ കോപിക്കാതെ ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ അനീതികൾ നിമിത്തം ഉണ്ടായിട്ടുള്ള ഈ ശിക്ഷയെ ഞങ്ങളിൽ നിന്ന് നീ വിരോധിക്കണമേ. നിന്റെ ഉഗ്രകോപത്തിൽ നിന്ന് നീ ശാന്തതപ്പെടണമേ. നിന്നെ ഞങ്ങൾ കോപിപ്പിച്ചുവെങ്കിലും നിന്നിൽ ഞങ്ങൾ അഭയം പ്രാപിക്കുന്നതിനാൽ നീ ഞങ്ങളോട് നിരപ്പാകണമേ. നീ ഞങ്ങൾക്ക് അനുതാപത്തിൻ്റെ ഹൃദയവും കണ്ണുനീരുകളും തരണമേ. നിന്റെ വിശുദ്ധ സ്ലീബായാൽ ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളെ ഞങ്ങൾക്കുള്ള സകലത്തെയും നീ കൃപയോടെ കാത്തുരക്ഷിക്കണമേ. ഞങ്ങളെല്ലാവരോടും കൂടി നന്ദിയുള്ള ഹൃദയത്തോടെ നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധ റൂഹായെയും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിച്ച് സ്തോത്രം ചെയ്യുവാൻ കൃപയോടെ ഞങ്ങൾക്കിടയാകുകയും ചെയ്യണമേ. ആമീൻ. ത്രിയേക ദൈവത്തിന് സ്തുതി. അഭിവന്യ തിരുമേനി, വന്ദ്യരായ വൈദിക ശ്രേഷ്ഠരെ, വിശ്വാസ സമൂഹമേ, നിങ്ങൾക്കേവർക്കും ക്രിസ്തുവിൽ സ്നേഹവന്ദനം. വളരെയധികം പ്രതിസന്ധി നിറഞ്ഞ കാലഘട്ടത്തിലൂടെ നമ്മുടെ ജീവിതം പ്രയാണം ചെയ്യപ്പെടുകയാണല്ലോ. എങ്കിലും ദൈവം തമ്പുരാൻ നൽകുന്ന സംരക്ഷണത്തിനായും സൗഖ്യത്തിനായും ദൈവത്തിന് സ്തുതിയും സ്തോത്രവും അർപ്പിക്കാം. പൂർവികരിലൂടെ നമുക്ക് ലഭിച്ച ആത്മീയ ജീവിതചര്യകളും ഈ കാലഘട്ടത്തിൽ ദൈവത്തിലുള്ള നമ്മുടെ സങ്കേതവുമാണ് ദൈവ സംരക്ഷണം ലഭിക്കുവാൻ നമുക്കിടയാക്കിയത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. തുടർന്നും ദൈവകൃപയിൽ സങ്കേതപ്പെട്ട് ദൈവത്തിൽ ആശ്രയിച്ച് നമുക്ക് മുന്നേറാം. മനസ്സ് പുതുക്കി രൂപാന്തരം പ്രാപിക്കണം. ഈ കാരാഗൃഹവാസത്തിൽ പൂർണ്ണമായ മാനസാന്തരം നമുക്കുണ്ടാകണം. ഈ കോവിഡ് കാലം കഴിയുമ്പോൾ പുതിയ മനുഷ്യരായി നാം മാറ്റപ്പെടണം. അതിന് ദൈവത്തിൻ്റെ ശക്തിയും കൃപയും നമുക്ക് ഏവർക്കും ലഭിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴത്തെ സാഹചര്യങ്ങളിൽ ആത്മീകമായ പ്രവർത്തനങ്ങൾക്ക് പരിമിതികൾ ഏറെ ഉണ്ടല്ലോ. എന്നാൽ അനുകൂലമായി ലഭിക്കുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് ആധ്യാത്മികമായി ഉണർന്ന് പ്രവർത്തിക്കുവാൻ സാധ്യമാകുന്ന ദൈവകരുണയ്ക്കും സ്തുതി അർപ്പിക്കുന്നു. ഈ കാലഘട്ടങ്ങളിൽ അഭിവന്യ തിരുമേനിയുടെ താല്പര്യപ്രകാരം ആരംഭിച്ച തെയോ മിനിസ്ട്രിയിലൂടെ പ്രാർത്ഥനായോഗം, കാത്തിരിപ്പ്, ധ്യാനം ഉൾപ്പെടെ 72 ദിവസങ്ങൾ പിന്നിട്ടു. ഈ ഭദ്രാസനത്തിലെ മിക്ക ഇടവകളും ആത്മീയ പ്രസ്ഥാനങ്ങളും ഈ ശുശ്രൂഷയിൽ പങ്കാളികളായി. വൈദികരടക്കം 300-ൽ അധികം ആളുകൾക്ക് അവസരവും ലഭിച്ചു. തുടർന്നും ഈ സംരംഭം അനുഗ്രഹകരമായി നടത്തുവാൻ ദൈവത്തിൽ നമുക്ക് ശരണപ്പെടാം. നിയമം ഇന്ന് പൊതുവായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണല്ലോ. ഏദൻ തോട്ടത്തിലാണ് ആദ്യം നിയമം ഉണ്ടാകുന്നത്. ആ നിയമം ലംഘിച്ച ആദ്യ മാതാപിതാക്കൾക്ക് നഷ്ടപ്പെട്ട സ്വാതന്ത്ര്യം യേശു ക്രിസ്തു കാൽവറിയിലെ യാഗത്തിലൂടെ വീണ്ടെടുത്തു. ഇസ്രായേലാകുന്ന ദൈവജനത്തെ ഫറവോൻ്റെ അടിമത്തത്തിൽ നിന്നും മോശ മുഖാന്തരം മോചിപ്പിച്ച ആ ജനത്തെ നയിക്കുവാൻ 10 കൽപ്പനകളാകുന്ന നിയമങ്ങൾ ആവശ്യമായി വന്നു. പെന്തിക്കോസ്തിക്ക് ശേഷം അപ്പോസ്തലന്മാർ യാക്കോബ് ശ്ലീഹായുടെ അധ്യക്ഷതയിൽ കൂടി ഉണ്ടാക്കിയ നിയമക്രമീകരണങ്ങളിൽ ശിഷ്യന്മാർ ലോകത്തിൻ്റെ പല ഭാഗത്തും സുവിശേഷം അറിയിച്ച് സഭകൾ സ്ഥാപിച്ചു. പരിശുദ്ധ പൗലോസ് ശ്ലീഹായുടെ ലേഖനങ്ങളിലും ഓരോ സഭകളും അനുവർത്തിക്കേണ്ടതായ നിയമങ്ങളും പ്രതിപാദിക്കുന്നുണ്ട്. ഭാരതത്തിൽ മാർത്തോമാ ശ്ലീഹായാൽ സ്ഥാപിക്കപ്പെട്ട മലങ്കര സഭ കുറേ കാലം പോർച്ചുഗീസുകാരുടെ അടിമത്തത്തിൽ കഴിയേണ്ടി വന്നപ്പോൾ നമ്മുടെ പിതാക്കന്മാർ പൗരസ്ത്യ ആരാധന സംവിധാനത്തിൽ ആശ്രയിച്ച അന്തോക്യ സഭ ക്രമേണ
ആ സഭയുടെ കീഴിൽ ഈ സഭയെ കൊണ്ടുവരുവാൻ ശ്രമിച്ചതിൻ്റെ പ്രത്യാഘാതമാണ് നാം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഓരോ പ്രാദേശിക സഭകൾക്കും അവരുടേതായ പിൻഗാമികളെ വാഴിക്കത്തക്കവണ്ണമുള്ള സംവിധാനത്തിൻ്റെ ഭാഗമായി പരിശുദ്ധ അബ്ദുൾ മശിഹ പത്രിക്കീസ് ബാവായുടെ നേതൃത്വത്തിൽ 1912 മലങ്കരയിൽ കാതോലിക്കേറ്റ് സ്ഥാപിച്ചു. ഈ സഭ സ്വയശീർഷകത്വമുള്ള സഭയായി മാറ്റപ്പെട്ടു. ഭാരതത്തെ സംബന്ധിച്ചും ഇതിന് സമാനമായ ചരിത്ര പശ്ചാത്തലമാണല്ലോ ഉണ്ടായിരുന്നത്. ഭാരതം 1947 സ്വാതന്ത്ര്യം പ്രാപിച്ചു. തുടർന്ന് ഭരണക്രമമുണ്ടായി, റിപ്പബ്ലിക് രാഷ്ട്രമായി ഉയർത്തപ്പെട്ടു. എന്നാൽ അതിനേക്കാൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ആണ് 1934 മലങ്കര സഭയിൽ ഭരണക്രമമുണ്ടായത്. ഈ ഭരണക്രമത്തിൽ ഒരു വലിയ കാലഘട്ടം സഭ ഒന്നായി നയിക്കപ്പെട്ടു. ഈ കാലയളവിലൊന്നും ഈ ഭരണഘടനയെ ചോദ്യം ചെയ്തിട്ടില്ല. എന്നാൽ ചില സ്ഥാനങ്ങൾക്കും അധികാരങ്ങൾക്കും വേണ്ടി നിയമാനുസൃതമല്ലാത്ത വഴികളിലൂടെ അന്തോക്യ ബന്ധത്തിൻ്റെ പേര് പറഞ്ഞ് ഈ സഭയിൽ വീണ്ടും ഭിന്നതയുണ്ടാക്കി. ദീർഘകാല വ്യവഹാരങ്ങൾക്കൊടുവിൽ പരമോന്നത നീതിപീഠം വിധി കൽപ്പിക്കുകയും സുപ്രീം കോടതി നിയമിച്ച നിരീക്ഷകൻ്റെ നേതൃത്വത്തിൽ 2002 പരുമലയിൽ അസോസിയേഷൻ കൂടി. എന്നാൽ ഈ അസോസിയേഷനിൽ പങ്കെടുക്കാതെ പുതിയ സഭ രൂപീകരിച്ച് പുതിയ ഭരണഘടന ഉണ്ടാക്കി സ്വയം പുറത്താക്കപ്പെട്ട വിഭാഗമാണ് ഇപ്പോൾ കലാപം സൃഷ്ടിക്കുന്നത് എന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം. ഈ ആധ്യാത്മിക ധ്യാനത്തിൽ ഈ വിഷയം പറയുന്നത് അഭികാമ്യമല്ല എന്നറിയാം. എങ്കിലും ഇന്നലത്തെ എവങ്കേലിയോൻ ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിൽ പറയുന്നു, യേശു നികുതി കൊടുക്കുന്നതായി, അതായത് നിയമം അനുസരിക്കുന്നതായും അനുസരിക്കണമെന്ന് പഠിപ്പിക്കുന്നതായും കാണുന്നു. അതെ, നിയമം നാം പാലിക്കണം, നിയമങ്ങൾക്ക് വിധേയരാകണം. വേദപ്രമാണങ്ങൾ, സഭയുടെ കാനൂനുകൾ, ഭാരതത്തിൻ്റെ നിയമങ്ങൾ, സഭാപിതാക്കന്മാരുടെ നിർദ്ദേശങ്ങൾ, ഇവയെല്ലാം പാലിക്കേണ്ടത് ഒരു വിശ്വാസിയുടെ, ഒരു പൗരൻ്റെ കടമയാണ്, കർത്തവ്യമാണ്. അപ്രകാരം നിയമങ്ങൾ പാലിക്കുന്നവരായ, ക്രിസ്തുവിനെ അനുകരിക്കുന്നവരായി നാം ഓരോരുത്തരും മാറുവാൻ ദൈവം കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ സെപ്റ്റംബർ 1 മുതൽ ആചരിക്കുന്ന 8 നോമ്പ് ഒരു പ്രാദേശിക നോമ്പാണെങ്കിലും അനേകർക്ക് ഈ നോമ്പ് അനുഷ്ഠാനം ധാരാളം അനുഗ്രഹങ്ങൾ പ്രാപിക്കാനിടയാകുന്നു. നോമ്പുകാലങ്ങളിൽ വിശുദ്ധ കുർബാന അനുഷ്ഠാനം സഭയുടെ വിശ്വാസത്തിന് വിരുദ്ധമാണ് എന്നുള്ള സത്യം ഇപ്പോൾ ഏവർക്കും ബോധ്യമാണല്ലോ. എന്നാൽ മധ്യസ്ഥ പ്രാർത്ഥനകളിലും നോമ്പിൻ്റെ ആചരണങ്ങളിലൂടെയും ഏവർക്കും പരിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥത വഴിയായി അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം ഈ കൊറോണ എന്ന വൈറസ് എന്ന മഹാമാരിയിൽ നിന്നും നാം നമ്മുടെ സമൂഹവും മോചിക്കപ്പെടുവാനും നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. തിയോ മിനിസ്ട്രിയുടെ സന്ദേശങ്ങൾ എല്ലാവർക്കും ആശ്വാസത്തിനും ആത്മീയ ഉണർവിനും അറിവിനും പര്യാപ്തമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.
എന്നെ സ്നേഹിച്ചു തൻ ജീവൻ വെച്ചു. പൊന്നേശു തമ്പുരാൻ നല്ലൊരു രക്ഷകൻ എന്നെ സ്നേഹിച്ചു തൻ ജീവൻ വെച്ചു. സ്വർഗസിംഹാസനം താതന്റെ മാർവതും ദൂതന്മാർ സേവയും വിട്ടൻ പേർക്കായി. സ്വർഗസിംഹാസനം താതന്റെ മാർവതും ദൂതന്മാർ സേവയും വിട്ടൻ പേർക്കായി. ദാസനെ പോലവൻ ജീവിച്ചു പാപിയും ശാപം ശിരസതിലേറ്റിടുവാൻ. ദാസനെ പോലവൻ ജീവിച്ചു പാപിയും ശാപം ശിരസതിലേറ്റിടുവാൻ. നമുക്കുള്ളൊരു രക്ഷകൻ കൊള്ളക്കാരൻ പോലെ ക്രൂശിൽ തൂങ്ങി. തല്ലയെപ്പോൾ നമുക്കുള്ളൊരു രക്ഷകൻ കൊള്ളക്കാരൻ പോലെ ക്രൂശിൽ തൂങ്ങി. ഉള്ളമുരുകുന്നൻ ചങ്കു തകരുന്നൻ കണ്ണു നിറയുന്നൻ രക്ഷകനേ. ഉള്ളമുരുകുന്നൻ ചങ്കു തകരുന്നൻ കണ്ണു നിറയുന്നൻ രക്ഷകനേ. എന്തൊരു സ്നേഹമേ സാധുവേ ഓർത്തു നീ സന്താപസാഗരം തന്നിൽ വീണു. എന്തൊരു സ്നേഹമേ സാധുവേ ഓർത്തു നീ സന്താപസാഗരം തന്നിൽ വീണു. എന്നെ വിളിച്ചു നീ എന്നെ എടുത്തു നീ ഓമന പൈതലായി തീർക്കേണമേ. എന്നെ വിളിച്ചു നീ എന്നെ എടുത്തു നീ ഓമന പൈതലായി തീർക്കേണമേ. പൊന്നേശു തമ്പുരാൻ നല്ലൊരു രക്ഷകൻ എന്നെ സ്നേഹിച്ചു തൻ ജീവൻ വെച്ചു. പൊന്നേശു തമ്പുരാൻ നല്ലൊരു രക്ഷകൻ എന്നെ സ്നേഹിച്ചു തൻ ജീവൻ വെച്ചു. Glory to the one triune God. Dearly beloved in Christ, as part of the Theo ministry, I would like to present my message on the topic Christian discipleship. The first and foremost question that comes to my mind is, are we really practicing disciples of our Lord Jesus Christ? This itself is a question mark. The discipleship of Christ should imbibe in us in all forms, in all our words, deeds and actions.
being mere name bearers and deviating from the exact purpose of discipleship is of no use. Our Lord Jesus Christ had rebuked the Pharisees as they showcased themselves to be the guardians of the law of Moses. However, they were the ones who always flouted the law of Moses to their own benefits and selfish interest. In today's modern world, are we not like the same Pharisees, stepping into the same shoes and taking things to our advantage and convenience? Our Lord Jesus Christ has illustrated the concept of discipleship through many instances in the Holy Bible. Christian discipleship is selfless love, a path that involves hardships and trials. A mind of pure intent is what is required in Christian discipleship. The parable of Good Samaritan portrays the selfless intent that the Samaritan had towards that stranger who was wounded. A true disciple is one who practices the teachings and words of the Scripture and yields crop in plenty, as explained by our Lord in the parable of sower. A disciple is one who, with all humility and grace, submits everything to the mighty hands of God Almighty. Just like our Mother Mary, who had submitted herself to the will of God Almighty at the time of the annunciation of the Word of God as proclaimed by Angel Gabriel. A disciple is one who will never yield to any worldly pleasures and challenges, as reflected to us by the story that we read of the three valiant Judah courtyards in the court of King Nebuchadnezzar, Shadrach, Meshach and Abednego, who despite the royal decree proclaimed by King Nebuchadnezzar, never subjugated themselves to the king's order and were ready to face the consequences of the same. Christian discipleship is a path of transformation and emergence of a new being within us, similar to the incident of Saul becoming St. Paul. Christian discipleship is forgiving, as we can see as how St. Stephen prayed for his persecutors while he was being stoned to death. The factors that are an obstacle in achieving the path of Christian discipleship are worldly ambitions, materialistic thought, and aspirations beyond one's apprehension. From the sin of the first creation, the betrayal by Judas Iscariot, we see how materialistic influences played a detrimental role in bringing them to the path of sin and disobedience. If we analyze our present situation, are we not swayed by such influences in our lives which lead us to take certain drastic steps that affect the true character and witness of Christian discipleship? Dearly beloved, if we have committed any wrongdoings in our life that has affected the value of Christian discipleship, our Heavenly Father is kind enough to forgive our sins altogether. But to come back to the presence of God, we must have that remorseful character that was shown to us by our Lord
in the parable of the prodigal son. Also, we can see how St. Peter, who denounced Jesus Christ 3 times, had sought forgiveness of his sins with a true mind of repentance. God Almighty is ready to welcome back who approach Him with a true mind of repentance. The sacrament of Holy Confession, as taught by our Church, is the path towards for bridging the gap created between us and God Almighty on account of our sins. Let us all resolve to commit ourselves to the path of Christian discipleship. In this testing time of pandemic that has engulfed the whole humanity, the Christian discipleship in us should radiate to help those who are in need, to be a refuge for those afflicted, and to share and pray for one's concern. This discipleship is the need of the hour. Dearly beloved, let us all ignite within ourselves the true character and spirit of Christian discipleship, as being together and helping each other in this time of distress is the present day need, and to pray wholeheartedly in one voice and concern for the complete elimination and eradication of this pandemic. Let us all strive to be a true witness of our Master and Savior Lord Jesus Christ. May God bless us all. Amen. എന്നെ അറിയുന്നവൻ, എന്നെ കരുതുന്നവൻ, എന്നെ കാക്കുന്നവൻ എൻ്റെ യേശുവത്രേ. എന്നെ അറിയുന്നവൻ, എന്നെ കരുതുന്നവൻ, എന്നെ കാക്കുന്നവൻ എൻ്റെ യേശുവത്രേ. ഞാൻ എൻ്റെ കണ്ണുകൾ പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. നിൻ്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല, നിന്നെ കാക്കുന്നവൻ മയങ്ങുകയുമില്ല. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ നിത്യപിതാവേ, ഈ വിശുദ്ധ ദിവസത്തിൻ്റെ സന്ധ്യാനേരത്തെ ഞങ്ങളെ ക്ഷേമത്തോടും സൗഖ്യത്തോടും കൊണ്ടുവന്നിരിക്കുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഇന്നത്തെ പകൽ നിന്നെ ആരാധിക്കുന്നതിനും നിൻ്റെ തിരുവചനം കേൾപ്പാനും ധ്യാനിപ്പാനും തന്ന അവസരത്തിനായി സ്തുതിക്കുന്നു. പാപികളും അയോഗ്യരുമായ ഞങ്ങളുടെ മേൽ അവിടുന്ന് ചൊരിയുന്ന ദാനങ്ങൾ വളരെയും വലിയതുമാകുന്നു. കർത്താവേ, നിൻ്റെ സത്യമാർഗങ്ങളെ ഞങ്ങളെ കാണിച്ചു തരണമേ. അവിടുത്തെ സത്യത്തിൽ കൂടെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, നീ ഞങ്ങൾക്ക് രക്ഷിതാവും നായകനുമായിരുന്ന ഞങ്ങളിൽ ഇന്ന് വിതയ്ക്കപ്പെട്ടിരിക്കുന്ന വിത്ത് നല്ല ഫലം പുറപ്പെടുവിക്കുന്നതിനായി തീർക്കണമേ. അയോഗ്യമായ സകല ദുർവിചാരങ്ങളെയും ഞങ്ങളിൽ നിന്ന് നീങ്ങിപ്പോകുന്നതിന് സഹായിക്കണമേ. കർത്താവേ, അവിടുത്തെ ഭക്തി കൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ. നിൻ്റെ വചനം എൻ്റെ കാലുകൾക്ക് വിളക്കും എൻ്റെ ഊടുവഴികൾക്ക് പ്രകാശവുമാകുന്നു അന്ന് അരുളിച്ചെയ്തവനായ കർത്താവേ, ഞങ്ങളുടെ കാലുകൾ കുഴിയിൽ വീഴാതെ നീ വിളക്കായും പോകുന്ന വഴി അന്ധകാരമാകാതിരിപ്പാൻ നിൻ്റെ സത്യപ്രകാശത്തിൽ ഞങ്ങളെ നയിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തിൽ മേൽ നിരന്തരമായി നീ നിൻ്റെ അനുഗ്രഹം ചൊരിയണമേ. കഷ്ടതകളിൽ ക്ഷമയും ധൈര്യവും മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ സഹതാപവും മനസ്സലവും ഞങ്ങൾക്ക് തരണമേ. അനാഥരെയും വിധവമാരെയും മാതാപിതാക്കളില്ലാത്ത കുഞ്ഞുങ്ങളെയും അവിടുന്ന് സംരക്ഷിക്കണമേ. വസ്ത്രങ്ങളോ പാർപ്പിടങ്ങളോ ഒരു നേരത്തെ ആഹാരമില്ലാത്തവരോടും അവിടുന്ന് കരുണ തോന്നണമേ. കഷ്ടങ്ങളേറുമ്പോൾ തുണയായിരിക്കുന്ന ദൈവമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, നിൻ്റെ കോപത്തിൽ നീ ഞങ്ങളെ ശിക്ഷിക്കരുതേ. കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ.
ദൈവം തമ്പുരാനെ, ലോകം മുഴുവനും മഹാമാരി ബാധിച്ചിരിക്കുന്നു. അനേകർ മരണം വഴിയായി കടന്നു പോകുന്നു, അനേകർ രോഗികളാകുന്നു. കർത്താവെ, കൊറോണ എന്ന മാരകരോഗത്തെ ഈ ഭൂമുഖത്ത് നിന്ന് തുടച്ചു മാറ്റുവാൻ അവിടുന്ന് കനിയണമേ. രോഗികളെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാർ, നഴ്സുമാർ, ആശുപത്രി ജീവനക്കാർ, മറ്റനേകർ ഇതിനു വേണ്ടി കഷ്ടപ്പെടുന്നു. ഇവർക്ക് വേണ്ടതായ ആത്മധൈര്യവും ബലവും കൊടുക്കണമേ. ഇവരുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ. എല്ലാത്തിനെയും സഹിപ്പാനും ക്ഷമിപ്പാനും ഉള്ള ശക്തി നീ ഞങ്ങൾക്ക് തരണമേ. കഷ്ടങ്ങളിടുമ്പോൾ തുണയായിരിക്കുന്ന ദൈവമാകുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇത്രത്തോളം ഞങ്ങളെ കാത്തുപരിപാലിച്ചതിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു. കർത്താവേ, സാമ്പത്തികമായി തകർന്നിരിക്കുന്നവർക്ക് ആശ്വാസമരണമേ. ലോകരാജ്യങ്ങളെ മുഴുവനും അവിടുത്തെ അനുഗ്രഹിക്കണമേ. യുദ്ധങ്ങളെയും കലഹങ്ങളെയും ശമിപ്പിക്കണമേ. തളർന്നു പോയവരെ താങ്ങണമേ. വിദ്യാഭ്യാസം ചെയ്യുന്ന കുഞ്ഞുങ്ങൾക്ക് നല്ല ബുദ്ധിയും ജ്ഞാനവും നൽകി ദൈവത്തിനും സമൂഹത്തിനും നന്മ ചെയ്യുവാനായി ഒരുക്കണമേ. ഞങ്ങളുടെ സഭയെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ബാബാ തിരുമേനിയും എല്ലാ തിരുമേനിമാരെയും അനുഗ്രഹിക്കണമേ. ആയുസ്സും ആരോഗ്യവും കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭയിൽ ശാശ്വത സമാധാനം തരണമേ. എല്ലാ വന്യ വൈദികരെയും തിരുസന്നിധിയിൽ ഓർക്കുന്നു. ഇടവകളെ നയിക്കുന്ന അച്ഛന്മാരെയും കുടുംബങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, സഹോദരങ്ങൾ, സ്നേഹിതർ പലരും രോഗികളായി കഴിയുന്നു. പൂർണ്ണ സൗഖ്യം നൽകുന്നതിനായി പ്രാർത്ഥിക്കുന്നു. ദൂരെയും ചാരെയുമുള്ള ഞങ്ങളുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, സ്നേഹിതർ എല്ലാവരെയും തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കഷ്ടതകളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന അനേകരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ ആവശ്യങ്ങൾ അവിടുന്ന് അറിയണമേ. സ്വസ്ഥവും സമാധാനമില്ലാത്ത കലഹിക്കുന്ന കുടുംബങ്ങളെ ഓർക്കുന്നു. സമാധാനവും സന്തോഷകരമായ ജീവിതത്തെ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹപ്രായം കഴിഞ്ഞിട്ടും വിവാഹം നടക്കാത്തവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. സന്താനങ്ങളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവരോട് കനിവ് തോന്നണമേ. ഞങ്ങളുടെ രാജ്യത്തെ സമാധാനവും ശാന്തിയും തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിദേശ രാജ്യങ്ങളിൽ ജീവിതമാർഗം തേടിപ്പോയിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ അവിടുന്ന് തുണയായിരിക്കണമേ. ഞങ്ങളുടെ ഈ കൂട്ടായ്മയെ അനുഗ്രഹിക്കണമേ. ദൈവവചനങ്ങൾ കേൾക്കുന്ന ഏവർക്കും അനുഗ്രഹമായി തീരുവാനിടയാകണമേ. വചനം പറയുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. സഭ നടത്തുന്ന എല്ലാ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളും കുറവുകളും അവിടുന്ന് പോക്കണമേ. ദൈവത്തെ മറന്നുള്ള ഒരു പ്രവൃത്തിയും ചെയ്യുവാൻ ഇടയാകരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. സത്യത്തിൻ്റെ മാർഗങ്ങൾ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. ഞങ്ങളുടെ വാങ്ങിപ്പോയവരുടെ ആത്മാക്കൾക്ക് നിത്യശാന്തി തരണമേ. ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും നിൻ്റെ പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും എപ്പോഴും കരയേറ്റുന്നു. ആമീൻ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നിങ്ങളേവരുടെ മേലും സഭയുടെ മേലും സമൂഹത്തിൻ്റെ മേലും ദൈവസൃഷ്ടി മുഴുവനായും, പ്രത്യേകിച്ചും കൊറോണയുടെ ഭീകരമായിട്ടുള്ള പ്രയാസങ്ങൾ കൂടി കടന്നു പോകുന്ന എവരുടെ മേലും അവരെ സഹായിക്കുകയും തുണയ്ക്കുകയും ചെയ്യുന്ന എവരുടെ മേലും ദൈവസന്നിധിയിലേക്ക് കൂടി ചേർക്കപ്പെട്ട് വാങ്ങിപ്പോയുടെ ആത്മാക്കളുടെ മേലും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ.